അപ്പോൾ ഇന്ന് നമുക്കൊരു എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒറ്റപ്പാലത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ഒരുപാട് ട്രെയിനൊക്കെ പോയിട്ടാട്ടോ നമ്മുടെ ട്രെയിൻ വന്നത്. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ കുറേ ട്രെയിനൊക്കെ പോയി ലാസ്റ്റ് നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ. നമ്മുടെ ട്രെയിൻ കുറച്ച് ഡിലേ ആയിരുന്നു. ഒരു 12 മണിയൊക്കെ ആവാനായപ്പോഴാണ് എടുത്തത്. അങ്ങനെ നമ്മളിതാ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മളിനി കോപ്പറേറ്റീവ് കോളേജിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ പാലക്കാട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടന്നാൽ മതി. അങ്ങനെ ഇതാ നമ്മൾ കോപ്പറേറ്റീവ് കോളേജിൽ എത്തിയിട്ടുണ്ട്. ഈ കോളേജിലാട്ടോ എൻ്റെ ചേച്ചി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കോളേജിൽ പോയി നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ. വെള്ളമൊക്കെ കയ്യിലുള്ള ഏകദേശം തീരാനായിരുന്നു, നല്ല ചൂടല്ലേ. അങ്ങനെ നമ്മൾ എക്സാമൊക്കെ എഴുതി തിരിച്ച് പോവാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് റെയിൽവേ സ്റ്റേഷനും ട്രെയിനും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയത് കാരണം കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. എക്സാം സൺഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളതാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഭാരതപ്പുഴ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ